ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാൽ ശരിക്കും അമ്പരപ്പിച്ചു. ഞാനിങ്ങനെ ഒരാളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ സഹൃദയനാണ്, സിനിമാസ്വാദകനാണ്, ലാലിൻ്റെ ഫാനാണ്, അങ്ങനെയൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അതിപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും ഇപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ എല്ലാവർക്കും അമ്പരപ്പ് തന്നെ തോന്നിയേ. അത്രമാത്രം വ്യത്യസ്തമായ റോളിലാണ് നേരിൽ ലാലേട്ടൻ അഭിനയിച്ചതെന്നാണ് അയാൾ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, അമ്പരപ്പിച്ചത് ആ ഒരു കാര്യത്തിൽ മാത്രമല്ല, ലാൽ പലപ്പോഴും പല രീതിയിലും അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു അമ്പരപ്പ് ഈ നേര് കൂടാതെ ഒരു അമ്പരപ്പുണ്ടായി. ആ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് ഏത് കാര്യം? അത് വേറൊന്നുമല്ല, ലാൽ എപ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നറിയാൻ പറ്റില്ല. ആ പ്രതികരണം ചിരിച്ചുകൊണ്ടായിരിക്കാം, ദേഷ്യം കൊണ്ടായിരിക്കാം, എന്ന് ദേഷ്യം പ്രകടിപ്പിക്കാറുമില്ല. ചിലപ്പോൾ എന്തെങ്കിലും സാധനം വാങ്ങിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിത്രകലയെക്കുറിച്ചായിരിക്കാം, കേട്ടിട്ട് വലിയ വലിയ പെയിൻറ്റിങ്സ് വൻ വില കൊടുത്ത് വാങ്ങിയിട്ടായിരിക്കാം. ഇങ്ങനെ പല രീതിയിൽ ലാൽ നമ്മളെ ഞെട്ടിക്കാറുണ്ട് എന്ന് ആലോചിക്കണം. അങ്ങനെ ആ അമ്പരപ്പിച്ച സംഭവം ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർമ്മയിൽ വരാൻ കാരണം എന്താ അറിയാം, ലാൽ തിരക്ക് പിടിച്ച സമയമാണ്. ഇപ്പോഴും തിരക്കിന് കുറവില്ല. അങ്ങനെ തിരക്ക് പിടിച്ച് റിലീസ് ചെയ്യുന്ന സിനിമകളെല്ലാം ഹിറ്റാവുന്നു, കയ്യടി വാങ്ങുന്നു, ഫാൻസുകാരിങ്ങനെ ചുമന്നുകൊണ്ട് കിടക്കുന്നു, അതിനിടയ്ക്ക് പ്രൊഡക്ഷൻ നടക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ, അതായത് അവാർഡുകൾ വാരിക്കൂട്ടുന്നു, അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ലാലിനെക്കുറിച്ച് കേൾക്കാൻ പാടില്ലാത്ത ഒരു സംഭവത്തെക്കുറിച്ച് അറിഞ്ഞെന്നാലോചിക്കണം. കേട്ടവരൊക്കെ ഞെട്ടി. ലാലിന് എന്തു പറ്റി? ലാൽ എന്തുകൊണ്ട് ഇങ്ങനൊരു തീരുമാനമെടുത്തു? ഇത് വേറെ ആരെങ്കിലും തീരുമാനിക്കേണ്ട കാര്യമല്ലേ? ഞങ്ങളൊക്കെ ലാലിൻ്റെ ഡേറ്റിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് തരാൻ ഡേറ്റ് ഇല്ല. ഡേറ്റ് ചോദിക്കുമ്പോൾ 5-6 വർഷത്തേക്ക് ഡേറ്റ് ഇല്ല എന്നുള്ള ബുക്ക് കാണിച്ചു തരുന്നു. അങ്ങനെയുള്ള ലാൽ എന്തിന് ഇങ്ങനെ ചെയ്തു എന്നാണ് പലരും ചോദിച്ചത്. ആ ലാലിൻ്റെ തീരുമാനം മാറ്റാൻ വേണ്ടി പലരും ലാലിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ ലാൽ പറഞ്ഞത്, എടുത്ത തീരുമാനം ഇനി മാറ്റുകയില്ല, വളരെ ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പോൾ ചോദിച്ചു, എന്ത് തീരുമാനം? ലാൽ മുമ്പ് സിനിമ ഉപേക്ഷിച്ചുകൊണ്ട് സന്യാസ ജീവിതം നയിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സന്യാസിയായി പോവുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ എന്തായാലും സന്യാസത്തിന് പോകുന്നില്ല. ലാലിൻ്റെ സ്വഭാവം സന്യാസം സ്വീകരിക്കില്ല എന്ന് ഞാൻ പറയാൻ. പക്ഷേ ഇപ്പോൾ അമ്പരപ്പിക്കുന്ന സംഭവം തന്നെ ഉണ്ടായത്. കാരണം ലാൽ ദേശീയ അവാർഡ് വാങ്ങാൻ പോയൊരു സംഭവമാണത്. ദേശീയ അവാർഡ് വാങ്ങാൻ ഇവിടെ എല്ലാവരും യാത്ര പറഞ്ഞ് പോയ ലാൽ ഡൽഹിയിൽ ചെന്നതിന് ശേഷമാണ് ഈ അമ്പരപ്പുണ്ടാക്കുന്ന സംഭവം ഉണ്ടാക്കിയെന്നാലോചിക്കണം. അത് മറ്റൊന്നുമില്ല, കാരണം അത് ലാലിൻ്റെ കുറ്റം മാത്രമല്ല എന്നാലോചിക്കണം. ലാലിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അല്ലെങ്കിൽ ലാലിനെ ഉപയോഗപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നവരുണ്ട്. അവർ ചെയ്തൊരു സംഭവമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കാവാലം സാറ് വെച്ചാൽ നാടകത്തിലെ മുടി ചൂടാമൻ വെറും നാടകമല്ല എന്നാലോചിക്കണം. പാട്ടുകൾ എഴുതും, കവിതകൾ എഴുതും, എല്ലാം കൂടി. അതായത് അദ്ദേഹം ഒരു സർവ്വകലാവല്ലഭനാണെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള കാവാലം സാറ് ലാലിനോട്, ലാലിനെ കാണാൻ ഒരു വലിയ മനുഷ്യൻ ഇവിടെ കാത്തു നിൽക്കുകയാണ്. ആര്? ലാലിനത് ഈ ഡൽഹിയിൽ എന്നെ കാണാൻ കാത്തു നിൽക്കുന്ന ആരാണ് ഇത്രയും വലിയ മനുഷ്യൻ? അത് രാം ഗോപാൽ ബജാജ് എന്ന് പറഞ്ഞു. ലാൽ ആദ്യം ഒരു പിടുത്തം കിട്ടിയില്ല. രാം ഗോപാൽ വർമ്മ എന്ന് കിട്ടുന്നുണ്ട്. ഈ രാം ഗോപാൽ ബജാജ് എന്ന് പറഞ്ഞ അതെ, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടറാണ്. അദ്ദേഹത്തിന് ലാലിൻ്റെ അഭിനയം ഇഷ്ടമാണ്. ഒന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ, പരിചയപ്പെടാം. അപ്പോൾ ലാൽ പരിചയപ്പെടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ശരിക്ക് രാം ഗോപാൽ ബജാജുമായിട്ട് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഏഷ്യയിലെ ഏറ്റവും വലിയൊരു നാടകോത്സവം ഡൽഹിയിൽ നടത്താൻ പോവുകയാണ്, ലാൽ അതിൻ്റെ ഒരു ഭാഗമാകണം. ലാൽ പറഞ്ഞു, ഞാൻ വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, സമയം ഉണ്ടാക്കി വരാമെന്ന് നോക്കാം. അങ്ങനെ സമയമല്ല പറയുന്നത്. അവിടെ ലാലിൻ്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ കാഴ്ചക്കാരനായിട്ടല്ല, ഉദ്ഘാടകനായിട്ടോ ആശംസാ പ്രസംഗനായിട്ടോ അല്ല വേണ്ടത്. ലാലിൻ്റെ ഒരു നാടകം ആ ഏഷ്യയുടെ ഏറ്റവും വലിയ ഫെസ്റ്റിവലിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ ലാൽ ഒരു നിമിഷം അങ്ങനെ സ്തബ്ധനായി. എന്ത് മറുപടി പറയും? ഒറ്റ വാക്കി നോ എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തിരക്കുണ്ട്, എനിക്ക് പറ്റില്ല, അങ്ങനെയും പറയാൻ പറ്റില്ല. കാരണം ഒരു ഭാഗത്ത് കാവാലം സാറ്, മറുഭാഗത്ത് നാടകത്തിന് ജീവിതം സമർപ്പിച്ച രാം ഗോപാൽ ബജാജ്. എന്ത് മറുപടി പറയും? ധിക്കാരമാകുമോ? കുറച്ചു നേരം ലാൽ ആലോചിച്ച് നിന്നിട്ട് പറയുന്നു, ശ്രമിച്ചാൽ മാത്രം പോരാ, ഞാൻ താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നൊരു നല്ലൊരു ഇംഗ്ലീഷ് ഡ്രാമയാണെന്ന് ആലോചിക്കണം. അത് ഷേക്സ്പിയർ ഡ്രാമയായാലും വിടവുന്നില്ല.
കാരണം പലരും പല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു ലാലിൻ്റെ സംതിങ് സ്പെഷ്യൽ എന്ന രീതിയിൽ ഒരു ഷേക്സ്പിയൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ലാൽ ആകെ വരണ്ടു പോയി. കാരണം ഷേക്സ്പിയൻ നാടകങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അത് അവതരിപ്പിക്കുന്ന അതിന് തിയേറ്റർ തന്നെയുണ്ടെന്ന് ആലോചിക്കണം. അത് കാണാൻ വേണ്ടി ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വിശ്വപ്രസിദ്ധനായ നാടകകൃത്ത് ഷേക്സ്പിയറിൻ്റെ ഒരു കഥാപാത്രത്തെ ഡൽഹിയിലെ ഏഷ്യൻ ഫെസ്റ്റിവലിൽ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ലാലിന് ഓർക്കാൻ പോലും കഴിഞ്ഞില്ല. പിന്മാറുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചു. അപ്പോൾ കാവാലം പറഞ്ഞു, ഇംഗ്ലീഷ് വേണ്ട, നമുക്ക് ആലോചിച്ച് ചെയ്യാം. അങ്ങനെ മലയാളത്തിലൊരു ഡ്രാമ, വ്യത്യസ്തമായ ഡ്രാമ ചെയ്യാമെന്ന് ഒരു ആഗ്രഹം വന്നു. അത് ഒക്കെ സംഭവിച്ചു. അപ്പോൾ രാംഗോപാൽ ബജാജിനും സന്തോഷമായി, എല്ലാവരും കാവാലത്തിനും സന്തോഷമായി. ലാൽ സമ്മതിച്ചല്ലോ. ഇത്രയും പെട്ടെന്ന് ലാൽ സമ്മതിക്കുമെന്ന് വിചാരിച്ചില്ല. കാരണം ലാൽ ഈ ഒരു നാടകത്തിന് പുറപ്പെടുമ്പോൾ എത്രയോ സിനിമകൾ ബാക്കിയാവുന്നു, പൂർത്തീകരിക്കാൻ പറ്റാതിരിക്കുന്നു. അങ്ങനെ വലിയൊരു ഗ്യാപ്പ് മലയാള സിനിമയുണ്ടായി, പലർക്കും നഷ്ടമുണ്ടായിരിക്കും എന്നൊക്കെയാണ് ആലോചിച്ചത്. അപ്പോൾ വൈകിട്ടിരുന്ന് ഈ കാവാലവും ലാലും തനിച്ചായപ്പോൾ കാവാലൻ ചോദിച്ചു, ലാലേ, ഒരു മലയാള നാടകം ആർക്ക് വേണമെങ്കിലും അവതരിപ്പിക്കാം, അത് വലിയ പുതുമയൊന്നും ഉണ്ടാവില്ല. ഇംഗ്ലീഷ് എന്തായാലും നമ്മൾ ചെയ്യുന്നില്ല, എന്തുകൊണ്ട് നമുക്കൊരു സംസ്കൃത നാടകമായിക്കൂടാ? അത് ലാൽ ഇരുന്നിടത്ത് ചാടിയാണ്, സാർ എന്നെ വെറുതെ വിടും സാർ, ആവശ്യമില്ലാത്ത ഇത് ഞാൻ ഇംഗ്ലീഷ് വേണ്ടെന്ന് വെച്ചാൽ ഇതിലും ഭേദം ഇംഗ്ലീഷാണ് സാർ എന്നൊക്കെ പറഞ്ഞു നോക്കി. അതല്ല സാർ, അതല്ല ലാലേ, ലാലിന് സംസ്കൃത നാടകം അതിമനോഹരമായി ചെയ്യാൻ കഴിയും. അതിനെനിക്ക് സംസ്കൃതം അറിയില്ല എന്നിട്ട് അതിൻ്റെ അക്ഷരം പോലും എനിക്കറിയില്ല. മാത്രമല്ല സാറ് ചിലപ്പോൾ നെടുനീളം വലിയ കഥാപാത്രങ്ങൾ സംസ്കൃത നാടകത്തിലൊക്കെ വലിയ ഡയലോഗുകളൊക്കെ ഈ കഥാപാത്രത്തിന് കൊടുത്തേക്കാം, അതൊന്നും എനിക്ക് പറ്റില്ല സാർ, എന്നെ വെറുതെ വിടും സാർ. അവസാനം കാവാലം അതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. ലാലെ, സംസ്കൃതം ഒന്നാമതൊരു നല്ല ഭാഷയാണ്. ഹിന്ദി കുറച്ചറിയുന്നവർക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നൊരു ഭാഷയാണ്. മാത്രമല്ല നിങ്ങൾ മലയാളം പഠിക്കുന്നില്ലേ, മലയാളം പഠിച്ച ഒരാൾക്ക് സംസ്കൃതം കൈകാര്യം ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് എനിക്ക് വിട്, ഞാൻ ലാലിനെ ഒന്നാന്തരം ഒരു സംസ്കൃത നാടകത്തിൻ്റെ ആക്ടറാക്കി മാറ്റാമെന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. അങ്ങനെയാണ്, അതായത് കാവാലം സാറിനെ വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് ലാൽ ആ സംസ്കൃത നാടകം ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ പണി തുടങ്ങി. അപ്പോൾ എഴുതി വന്നപ്പോൾ നാടകം നോക്കിയപ്പോൾ എന്നല്ല, ഇത് എത്ര ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റും, വലിയ നെടുങ്കൻ ഡയലോഗുകളാണ്. ആ ഡയലോഗ് പ്രസൻറ്റേഷനും കൂടിയാണ് ആ കഥാപാത്രം ഇങ്ങനെ വളർന്നു പോകുന്ന ആലോചിക്കണം. അതായത് അവിടെ തൻ്റെ മുന്നിലിരിക്കുന്ന, ഇത് സിനിമയിലെ ടേക്കുകളോ റീടേക്കുകളല്ല, തൻ്റെ മുന്നിലിരിക്കുന്ന ബഹുഭാഷകളിലുള്ളവരെ, അത് നാടക പണ്ഡിതന്മാരെ, നാടക ആസ്വാദകരെ ബോറടിപ്പിക്കാതെ മുൾമുനയിൽ നിർത്തുന്ന രീതിയിൽ അവതരിപ്പിക്കേണ്ട ഒരു കഥാപാത്രം അങ്ങനെയാണെന്ന് ആലോചിക്കണം. അങ്ങനെ ലൊക്കേഷനുകൾ ഇതെല്ലാം പഠിക്കാൻ പോയി, കണ്ട് കുറേശ്ശെ പഠിച്ച് ലാൽ തന്നെ ആത്മവിശ്വാസമായി. അങ്ങനെ അഭിമാനത്തോടെ കാവാലം സാറ് മോഹൻലാലിനെ നെഞ്ചോട് ചേർത്ത് പറഞ്ഞു, ഇപ്പോൾ മനസ്സിലായില്ലേ ഈ നാടകത്തിൻ്റെ പ്രത്യേകത? ഈ നാടകം ലാൽ അവതരിപ്പിക്കുമ്പോൾ വീഴുന്ന കയ്യടികൾ, പ്രശംസകൾ ഒരു ഇന്ത്യൻ സിനിമ നാടകത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗം മാറും. അങ്ങനെ ഉണ്ടായ നാടകമാണ് കർണഭാരം എന്നാലോചിക്കണം. ആ കർണഭാരത്തിലൂടെ ലാൽ എത്രയൊക്കെ അറിയപ്പെട്ടു. കർണഭാരത്തിൽ ലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഇന്നേ വരെ മലയാള സിനിമയിൽ ഒരു നടനും കഴിഞ്ഞിട്ടില്ല എന്നാലോചിക്കണം. അപ്പോൾ ലാൽ ഇപ്പോഴും സിനിമയുടെ കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോഴും ലാലിന് അഭിമാനിക്കാവുന്ന നാടകമാണ് കർണഭാരം എന്നാലോചിക്കുക. ഇതാണ് അമ്പരപ്പുകളിൽ ഒന്നുണ്ടായത്. അങ്ങനെ ഓരോരോ സംഭവങ്ങളിൽ ലാൽ അമ്പരപ്പിച്ചുകൊണ്ട്, സാധാരണ കഥാപാത്രം അവതരിപ്പിച്ചുകൊണ്ട് നേരിലും അമ്പരപ്പ് സൃഷ്ടിച്ചിരിക്കുന്നു.